അപ്പൊ ഇതേ ഫ്ലോർ ക്ലീനർ നമ്മളെല്ലാം ബോട്ടിൽസിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് 1 ലിറ്ററിന്റെ ബോട്ടിലും ഇത് 1/2 ലിറ്ററിന്റെ ബോട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഹോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വീട്ടിലിരുന്ന് വരുമാനം കണ്ടെത്താനായിട്ടുള്ള അടുത്തൊരു വരുമാന മാർഗമായിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഫ്ലോർ ക്ലീനർ ആണ്. നമ്മൾ ഫിനോയിലിന്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മള് ഫ്ലോർ ക്ലീനർ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ അതിന് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന മെത്തേഡിലാണ് നമ്മളിപ്പോ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫ്ലോർ ക്ലീനർ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. സോറി, 4 ഉണ്ട്, നമ്മൾ വെള്ളം കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഫ്ലോർ ക്ലീനർ പല നിറത്തിലും പല ഫ്രാഗ്രൻസിലും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് വെറും 5 മിനിറ്റിനുള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റും. നമുക്ക് 5 മിനിറ്റ് മതി കേട്ടോ തയ്യാറാക്കാനായിട്ട്. അപ്പൊ അതിന് നമ്മൾ എടുത്തിട്ടുള്ളത് ഫ്ലോർ ക്ലീനറിന്റെ കോമ്പൗണ്ട് ആണ് കേട്ടോ. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്ന വീഡിയോസ് ആണ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്നത് കേട്ടോ 1/2 ലിറ്റർ കോമ്പൗണ്ട് ആണ്. ഇത് നമുക്ക് വന്നിട്ടുള്ളത് ഫ്ലോർ ക്ലീനറിന്റെ കോമ്പൗണ്ട് ആണ് കേട്ടോ. ക്ലിയർ ആണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് കളറാണ്. 5 ഗ്രാമിന്റെ കളർ വന്നിട്ടുണ്ട്. നമുക്ക് ഏത് കളർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലാവൻഡർ ആണ്. ഞാനിവിടെ ലാവൻഡറിന്റെ സ്മെല്ലും അതുപോലെ തന്നെ ലാവൻഡറിന്റെ കളറാണ് കൊടുക്കുന്നത്. ഇത് വന്നിട്ട് ലാവൻഡറിന്റെ ഫ്രാഗ്രൻസ് ഓയിൽ ആണ് കേട്ടോ. ഇത്രയും ഐറ്റംസ് മാത്രം മതി. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ്. 1/2 ലിറ്റർ കോമ്പൗണ്ടിന് 9.5 ലിറ്റർ വെള്ളമാണ് വേണ്ടത് കേട്ടോ. പിന്നെ ഇത് 5 ഗ്രാം കളറ്, 25 ഗ്രാം ഫ്രാഗ്രൻസ് ആണ്. 10 ലിറ്ററിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. അപ്പൊ ഇതേ കോമ്പൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ല ഒരു വലിയ പാത്രം വേണം കേട്ടോ. ഇതിലാണ് നമ്മൾ മിക്സിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. ചെറിയ പാത്രത്തിലൊന്നും പറ്റില്ല, വലിയ പാത്രത്തിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. ചെറിയ പാത്രത്തിൽ വെച്ചാൽ നമുക്ക് ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് പല സ്മെല്ലുകളിലും അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ ഞാൻ എടുത്തു മാത്രം. ഇപ്പൊ നമുക്ക് ഈ 1/2 ലിറ്റർ കൊണ്ട് 10 ലിറ്റർ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ 1/2 ലിറ്റർ കൊണ്ട് 10 ലിറ്റർ. അപ്പൊ നമുക്ക് നല്ല ലാഭമല്ലേ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ എത്ര രൂപ കൊടുത്തിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പൊ നമുക്കിത് സെയിൽ ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ വീട്ടിലേക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഒരു കൊല്ലത്തിന് വേറെ നോക്കണ്ട. 10 ലിറ്റർ ഇട്ട്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മൾ സെയിലായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈസൻസ് എടുക്കണം കേട്ടോ. പാക്കിംഗ് ലൈസൻസ് എടുക്കണം. പിന്നെ നമുക്ക് ഒരു MSME കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഷോപ്പുകളിലൊക്കെ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ കോമ്പൗണ്ട് ഈ പാത്രത്തിലേക്ക് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ ഒരു ഓയില് പോലെയാണ് കേട്ടോ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി ഉള്ളത്. അപ്പൊ നമുക്ക് മൊത്തമായിട്ട് ഇത് 30 ലിറ്ററിന്റെ ബക്കറ്റാണ് കേട്ടോ. ഞാനിത് നമുക്ക് ലിക്വിഡ് ഡിറ്റർജന്റ് ഉണ്ടാക്കാനും നമുക്ക് എല്ലാത്തിനും ഇതുപോലൊരു പാത്രം വേണ്ടത് നല്ലതാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് ഡിഷ് വാഷ് ആയാലും ഹാൻഡ് വാഷ് ആയാലും ഞാൻ ഇതില് ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് പാക്കിങ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയും വലിയ പാത്രമായി പറഞ്ഞുകൊണ്ട് ഭയങ്കര നമുക്കൊരു എളുപ്പമാണ്. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 25 ml ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. അപ്പൊ ഇനി ഫ്രാഗ്രൻസ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് രണ്ടും കൂടി നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളെ ഫ്രാഗ്രൻസും ഈ കോമ്പൗണ്ടും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 9.5 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. ടോട്ടല് നമുക്ക് 10 ലിറ്റർ ആണ് കേട്ടോ കിട്ടുക. അപ്പൊ നമ്മളിപ്പോ 1/2 ലിറ്റർ കോമ്പൗണ്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മള് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 9 ലിറ്റർ വെള്ളമാണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇതിലെ ഫ്രാഗ്രൻസും പിന്നെ നമ്മുടെ കോമ്പൗണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ലിറ്റർ വെള്ളമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ട് പതയൊക്കെ വരും കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. നമ്മൾ 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 8.5 ലിറ്റർ വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. ഇത് നമുക്ക് മൊത്തമായിട്ട് ഒഴിച്ചിട്ട് കാണാം. അപ്പൊ നമ്മൾ ഇതിലേക്ക് 9.5 ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ടോട്ടൽ നമുക്ക് 10 ലിറ്റർ ആണ് കേട്ടോ. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 5 ഗ്രാം കളറാണ് കേട്ടോ. അപ്പൊ നമുക്ക് കളറ് ഞാനിവിടെ ലാവൻഡറിന്റെ ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മള് ലാവൻഡറിന്റെ കളറാണ് കേട്ടോ ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ലാവൻഡറിന്റെ കളർ ഒരു ബ്ലൂ കളർ പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. നമുക്ക് പിങ്ക് ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഇത്തിരി കൂടി നല്ല ഭംഗിയിൽ കിട്ടുമായിരുന്നു. അപ്പൊ നമ്മൾ ലാവൻഡറിന്റെ കളറിന്റെ നീല കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ പത കുറച്ചു നേരം ആറാനായിട്ട് വെക്കണം കേട്ടോ. ഈ പതയൊക്കെ പോവാനായിട്ട് കുറച്ചു നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഫ്ലോർ ക്ലീനർ ആയിട്ട് മാറും. ഞാൻ പറഞ്ഞില്ലേ വെറും 5 മിനിറ്റ് വേണ്ട നമുക്ക് ഫ്ലോർ ക്ലീനർ ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഇതേ പത ഇപ്പൊ തന്നെ അടങ്ങുന്നുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതേ പത നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം. അപ്പൊ ബോട്ടിലുകൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലുള്ള ഫ്ലോർ ക്ലീനറിന്റെ ബോട്ടിൽസിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് കളറ് നമുക്ക് ഏത് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ലാവൻഡറിന്റെ കളറ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് പിങ്കോ റെഡോ യെല്ലോ ഗ്രീൻ ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഈ ബോട്ടിൽ വന്നിട്ടുള്ളത് 1/2 ലിറ്ററിന്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് 10 ലിറ്റർ ഉള്ള കാരണം കൊണ്ട് 1/2 ലിറ്ററിന്റെ ബോട്ടിലും അതുപോലെ തന്നെ ഇതില് ഒഴിക്കുമ്പോൾ പത വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു 3/4 ഭാഗം വെച്ചിട്ട് നിർത്തണം. എന്നിട്ട് നമുക്ക് പിന്നെ ഒഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും പത വരും നമുക്ക്. അപ്പൊ ഇതേ ഫ്ലോർ ക്ലീനർ നമ്മളെല്ലാം ബോട്ടിൽസിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് 1 ലിറ്ററിന്റെ ബോട്ടിലും ഇത് 1/2 ലിറ്ററിന്റെ ബോട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മള് നീല കളറായ കാരണം ഇതിന് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഏത് കളർ വേണമെങ്കിലും ഏത് വെറൈറ്റി സ്മെല്ല് വേണമെങ്കിലും നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് ഉണ്ടാക്കാനുള്ള കിറ്റും അതുപോലെ തന്നെ ബോട്ടിൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള നമുക്ക് ഫ്ലോർ ക്ലീനർ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇത് നമുക്ക് സെയിൽ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനും ഒക്കെ ആണെങ്കിൽ നമുക്ക് 10 ലിറ്ററിന്റെ 1/2 ലിറ്ററിന്റെ ഒരു കിറ്റ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 1 ലിറ്ററിന്റെ ബോട്ടിലും 10 മറ്റേ 1/2 ലിറ്ററിന്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പൊ നമുക്കിത് സെയിൽ ചെയ്യുകയാണെങ്കിലും ഇതുപോലെ ഇത്രയും 1/2 ലിറ്ററിന്റെയും ബോട്ടിൽസിലാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ലാബിൽ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ലാബിലൊക്കെ ഒട്ടിക്കണമെങ്കിൽ നമ്മൾ പാക്കിംഗ് ലൈസൻസ് എടുത്തതിന് ശേഷം വേണം കേട്ടോ ലാബിലൊക്കെ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ 1 മാസം തന്നെ നല്ല രീതിയിൽ വരുമാനം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കണ്ടെത്താനായിട്ട് പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നോ നിങ്ങൾക്ക് എന്ത് ഇഷ്ടപ്പെട്ട കമന്റും എന്താ പറയാ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.